എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ വീടുകളിൽ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കൂട്ടാനാണ് മത്തങ്ങക്കൂട്ട. നമ്മുടെ ചാനലിൽ തന്നെ പല വെറൈറ്റിയിലും മത്തങ്ങക്കൂട്ട ഇട്ടുണ്ട്. ഇന്ന് അതുപോലത്തെ ഒരു വെറൈറ്റി മത്തങ്ങക്കൂട്ടാനാണ് സ്പെഷ്യൽ. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 10 ചെറിയ ഉള്ളി എടുത്ത് ചെറുതായിട്ട് മുറിച്ചോട്ട് ചേർക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് എണ്ണയിൽ തന്നെ മത്തങ്ങ കുക്ക് ചെയ്തെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടി, കൂട്ടാന് ആവശ്യമായിട്ടുള്ള ഉപ്പ് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് മത്തങ്ങ വേവിച്ചെടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. മത്തങ്ങ വേവുമ്പോഴേക്കും അരക്കാനുള്ള സാധനങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. 4-5 ഉലുവ കൂടണ്ടാക്കാം. പകുതി സവാള ഒന്ന് സോഫ്റ്റ് ആക്കുക. 1 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി സോഫ്റ്റ് ആക്കി എടുക്കുക. തക്കാളി നല്ലോണം സോഫ്റ്റായി ഫ്ലെയിം ഓഫാക്കിയിട്ട് മിക്സ് ഒന്ന് തണുക്കട്ടെ. 4 കപ്പ് നാളികേരം ചേർക്കുന്നുണ്ട്. വാട്ടി വെച്ചേക്കണ സവാളയും തക്കാളിയും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ആവശ്യത്തിന് പുളിയുള്ള തൈര്. വെള്ളം ചേർക്കേണ്ടി വരില്ല. തൈരിലും തക്കാളിയിലും തന്നെ അരച്ചെടുക്കാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പം മത്തങ്ങയും വെന്തുണ്ടാകും. അരച്ച അരപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകി ആ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യണ്ട, ഒന്ന് തിളച്ചാൽ മാത്രം മതി. കൂട്ടാൻ നല്ലോണം തിളച്ചു വിട്ടാൽ നിങ്ങൾക്ക് ഇത്ര കൊഴുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തോളൂ. അതുപോലെ ഉപ്പ് കറക്റ്റ് ആണോ എന്നും നോക്കിക്കോളൂ കേട്ടോ. ലാസ്റ്റ് ഇനി കൂട്ടാൻ വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള എണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 4 മണി ഉലുവ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കായപ്പൊടി, കുറച്ച് വേപ്പില, 1 ചുവന്നമുളക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കൂട്ടാനിലേക്ക് ചേർക്കാം. 5 മിനിറ്റിൽ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കും. ഊണിന് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്. See you. Bye.